ഹായ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്ന് നമ്മള് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള പ്യാർ, പ്യാർ എന്ന് പറഞ്ഞാൽ എന്താ, സ്നേഹം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഇവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. അപ്പോ എന്താണ്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ് കാണിക്കുന്നത് എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരമുണ്ട്, ആ മരത്തില് ഒരുപാട് മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ കുരങ്ങന്മാരും പക്ഷികളും ഒക്കെ വന്നിട്ട് എന്താണ് ആ മരത്തിലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. താഴെ മനുഷ്യര് വന്നിട്ട് ആ ഫ്രൂട്ട്സ് എല്ലാം എടുത്തു കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെ? അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഖുദ് സെ പ്യാർ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അപ്പോ ഖുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം, സേ പ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം. അതായത് ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഇഷ്ടപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ആരാണ് കവിത രചിച്ചിട്ടുള്ളത്? ശോഭ്നാഥ് യാദവ്. തീർത്ത് വെക്കുക കേട്ടോ, ശോഭ്നാഥ് യാദവ്. അപ്പൊ നമുക്ക് കവിതയിലോട്ട് കിടക്കാം. സൂരജ് അപ്നി ആഗ് സെ ഇത്തന പ്യാർ കരേകി വ ദേ സക്കെ ആഗ് ദുനിയാ കോ ഭി. അതായത് സൂരജ് അപ്നി ആഗ് സെ ഇത്തന പ്യാർ കരേകി, സൂര്യൻ തന്റെ, അപ്നി എന്ന് പറയുമ്പോൾ തന്റെ, ആഗ് സെ എന്താണ്, ആ തീയ് അല്ലെങ്കിൽ ആ ചൂട്, അതിനോട് ഇത്തിന പ്യാർ കരേകി, ഇത്രയും സ്നേഹം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ വ ദേ സക്കെ ആഗ് ദുനിയാ കോബി, അതുകൊണ്ടാണ് സൂര്യന് എന്താണ്, ദുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തിന് ചൂട് അല്ലെങ്കിൽ വെയില്, അല്ലെങ്കിൽ ആഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തീ എന്ന് തന്നെയാണ് അർത്ഥം. സൂര്യൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് ചൂട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിന് മുഴുവൻ ചൂട് പകർന്നു നൽകാനായിട്ട് സൂര്യന് കഴിയുന്നത്. സൂര്യൻ സ്വയം തന്നെ അല്ലെങ്കിൽ തന്റെ ഉള്ളിൽ തന്നെയുള്ള ആ തീയിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ലോകത്തിന് മുഴുവൻ ചൂട് നൽകാനായിട്ട് സൂര്യന് കഴിയുന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. दरखत अपने फूलों से इतना प्यार करेगी वह दे सके फूल दुनिया को भी. അപ്പോ എന്താണ് ദർഖത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം. ആ മരങ്ങൾക്ക്, ദർഖത്ത് എന്ന് പറയുന്നത് ഒരു ഉറുദു വാക്കാണ് കേട്ടോ. മരങ്ങള് അതിലെ തന്നെ പൂക്കളെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്താണ് വ ദേ സക്കെ, അവർക്ക് നൽകാനായിട്ട് കഴിയുന്നത്, ഫൂൽ ദുനിയാ കോബി, എന്താണ് പൂക്കള്. ആർക്ക് വേണ്ടിയിട്ട്? ലോകത്തിന്. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂക്കൾ. ഓക്കെ, ദർഖത്ത് മരം. അപ്പോൾ സൂര്യൻ എന്താണ്, സൂര്യൻ തന്റെ ഉള്ളിലെ ആ തീനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ലോകത്തിന് മുഴുവൻ ചൂട് നൽകാനായിട്ട് അതിന് കഴിയുന്നത്. മരം അതിലെ പൂക്കളെ വരെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്താണ് ലോകത്തിന് മുഴുവൻ പൂക്കൾ നൽകാനായിട്ട് അതിന് കഴിയുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ്, ബാദൽ അപ്നെ ജൽ സെ ഇത്ന പ്യാർ കരേഗി വ ദേ സക്കെ ജൽ ദുനിയാ കോ ഭി. ഇനി ബാദൽ എന്ന് പറഞ്ഞാല് മേഘം. മേഘം എന്താണ്, അപ്നെ ജൽ സെ, തന്റെ ഉള്ളിലുള്ള ജലത്തെ, ഇത്തിനാ പ്യാർ കരെ, അതിനെ അത്രയും സ്നേഹിക്കുന്നു. കി വ ദേ സക്കെ ജൽ ദുനിയാ കോബി, അതുകൊണ്ടാണ് ആ മഴമേഘത്തിന് എന്താണ് ലോകത്തിന് മുഴുവൻ ആ ജലം പകർന്നു നൽകാനായിട്ട് കഴിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് മൊത്തം ടോട്ടൽ ആയിട്ടുള്ള അർത്ഥം എന്താണ് വരുന്നത്? മഴമേഘങ്ങൾ തന്റെ ഉള്ളിലെ ജലത്തെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തിന് മുഴുവൻ ജലം പകർന്നു നൽകാനായിട്ട് ആ മഴമേഘങ്ങൾക്ക് കഴിയുന്നത് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ നോക്കുകയാണെങ്കിൽ, मैं खुद से इतना प्यार करूं कि दे सकूं प्यार दुनिया को भी. मैं खुद से എന്ന് വെച്ചാൽ ഞാൻ സ്വയം, എന്നെ തന്നെ, ഇത്തന പ്യാർ കറൂക്കി, ഞാൻ എന്നെ തന്നെ ഇത്രയും സ്നേഹിച്ചാൽ മാത്രമേ, ദേ സക്കൂ പ്യാർ ദുനിയാ കോ ഭി, എനിക്ക് ലോകത്തിന് എന്താണ് സ്നേഹം പകർന്നു നൽകാനായിട്ട് കഴിയുകയുള്ളൂ. ദേ സക്ന എന്ന് വെച്ചാൽ കഴിയുക, കൊടുക്കാനായിട്ട് കഴിയുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്താണ്, ഞാൻ എന്നെ തന്നെ അത്രയും അധികം സ്നേഹിച്ചാൽ മാത്രമേ, മതിയാവുവോളം അത്രയും അധികം സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ഈ ലോകത്തിന് സ്നേഹം പകർന്നു നൽകാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു കവിതയുടെ പേര് തന്നെ ഖുദ് സേ പ്യാർ എന്ന് കൊടുക്കാനായിട്ടുള്ള കാരണം, നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടാൽ, നമ്മളെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ എന്താണ് സ്നേഹം എന്നുള്ള ഒരു കാര്യം ഈ ലോകത്തിനും നമുക്ക് ചുറ്റുമുള്ളവർക്കും പകർന്നു നൽകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം നമ്മെ തന്നെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം എന്നാണ് ഈ ഒരു കവിത കൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.
കവിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശോഭ്നാഥ് യാദവ് എന്നാണ് കവിയുടെ പേര്. അദ്ദേഹം 14 ജൂൺ 1937 ജനിച്ചത്. ശോഭ്നാഥ് യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുआ. അദ്ദേഹം ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. വേ ലേഖക് ഓർ സമ്പാദക് ഹെ. അദ്ദേഹം ലേഖകനാണ്, സമ്പാദകൻ എന്ന് പറഞ്ഞ എഡിറ്റർ ആണ്. ദർഖത്തോ മേ സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരഗാഥ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ രചനകള്. ഇത്രയാണ് റൈറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ കവിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ.